പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന നിലപാടിൽ ഇ ഡി. നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണം. പ്രതികളുടെ വീട് നേതാക്കൾ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് എല്ലാം തെളിയിക്കുന്നത് നേതാക്കളുടെ പങ്ക് ഇതിനു പിന്നിലുണ്ടെന്നാണെന്നും ഇ ഡി. കൊച്ചി സോണൽ ഓഫീസർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇ ഡി ഡയറക്ടറേറ്റിന് കൈമാറി. അനുമതി ലഭിച്ച ശേഷം പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇ ഡി കക്ഷി ചേരും. ശരണിയുടെ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഇ ഡി ഇത് ഇവിടെ കൊണ്ട് നിർത്തുന്ന ലക്ഷണമില്ല. ഇ ഡി അതിനെ നേരിടാൻ തന്നെയാണ് ഈ തിരുവനന്തപുരത്തെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും മറ്റു നേതാക്കളിലേക്ക് അന്വേഷണം എത്തണമെന്നുമാണോ ഇ ഡി ആവശ്യപ്പെടുന്നത്? അരുൺകുമാർ, ഇ ഡി ഇവിടം കൊണ്ട് നിർത്തില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇ ഡിയെ സംബന്ധിച്ച് അവരെ വലിയ രീതിയിൽ തന്നെ പ്രകോപിപ്പിച്ച ഒന്നായി മാറിയിരുന്നു ഈ ആക്രമണം എന്നുള്ളതാണ്. സമീപകാലത്തൊന്നും അല്ലെങ്കിൽ കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ആക്രമണമാണ് ഇ ഡിക്ക് നേരെ ഉണ്ടായെന്നുള്ളത് കൂടിയാണ് അവർ പറയുകയും ചെയ്തിരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡുകൾ നടത്തി മടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നത്. അതിൽ ആ കേസിൽ 25ഓളം CPM പ്രവർത്തകരുടെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയിരുന്നതാണ്. അതിൽ പ്രതികൾക്ക് ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇ ഡി മുന്നോട്ട് വയ്ക്കുന്നത്. ഇ ഡി അതിന് കാരണമായി പറയുന്നത് ഇത് CPM പ്രവർത്തകർക്ക് മാത്രമല്ല ഈ കേസിൽ പങ്കുള്ളതെന്നാണ്. അതായത് CPM നേതാക്കൾക്ക് കൂടി ഇതിൽ കൃത്യമായ പങ്കുണ്ട്. ഈ അക്രമ സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. അതായത് CPM നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കൃത്യമായ ഗൂഢാലോചന നടന്ന ശേഷമാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM നേതാക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്നുള്ളതാണ് കൊച്ചി സോണൽ ഓഫീസിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഡയറക്ടറേറ്റിനെ കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നത്. ഡയറക്ടറേറ്റിൽ നിന്ന് അനുമതി ലഭിച്ച ശേഷമായിരിക്കും അത്തരത്തിൽ കക്ഷി ചേരുക. ഓക്കെ, താങ്ക് യു. ശരണാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇ ഡി ഈ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശരൺ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ? ആ സമരത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ഒക്കെ സമരവും പ്രതിഷേധവും ഒക്കെ ആവാം. അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി തല്ലി തകർക്കാൻ പോയതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടുപോയി. അതല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തി എന്നുള്ള പ്രൊവിഷനൊന്നും നിൽക്കില്ല. വധശ്രമത്തിനുള്ള കേസ് വരില്ല. പ്രതിഷേധം ഉണ്ടായി, പോലീസുകാരെ തടഞ്ഞു എന്ന് പറയുന്ന സാധാ കേസായിരിക്കും.